ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിസാസ് ബൈ ചങ്കീസ്. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് വിചാരിക്കണം. പ്ലീസ് ടേക്ക് കെയർ. അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യലായിട്ടുണ്ട് ഉണ്ടാക്കണത്. അതാണ് മുയൽ റാബിറ്റ് റോസ്റ്റാണ് ഉണ്ടാക്കണത്. റാബിറ്റ് പെപ്പർ റോസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഓഫ് കോഴ്സ് നമുക്ക് മുയലിനെ വേണം. എൻ്റെ അമ്മ ഒത്തിരി സ്കെയറി ആണല്ലോ കാണാൻ വേണ്ടി. മുയൽ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പാർട്സൊക്കെ ഉണ്ട്, കുറച്ച് കരളൊക്കെ ഉണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനം ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഒരു 100 ഗ്രാംസ് ചെറിയ ഉള്ളി ഉണ്ട്. ഒരു കുഞ്ഞി സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, ഉണക്കമുളക്, തക്കാളി. ഇതിൽ മുളക് പൊടി ഇല്ല, പെപ്പറാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം ആൻഡ് ലിറ്റിൽ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. മുമ്പ് നാട്ടിലായിരിക്കുമ്പോൾ ഇതിനൊക്കെയായിട്ട് കുറച്ച് സഹവാസം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ഇതിപ്പോൾ കുറേ കാലമായി ഇവരായിട്ടൊന്നും ടച്ചില്ലാതെ തന്നെ കാണുമ്പോൾ തന്നെ പേടിയാവണം. സവോള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഉള്ളിയും, ഇത് ഓൾറെഡി അവിടെ ചിക്കൻ കറി വേറെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി. അപ്പോൾ ഫ്രണ്ട് അവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഞാൻ വേഗം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിന്ന് ഇത് പെപ്പർ റോസ്റ്റാണ്. റാബിറ്റ് ആൻഡ് ചിക്കൻ കറി ആൻഡ് ഗീ റൈസ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക്കിനെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ആ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ട്, അപ്പോൾ പിന്നെ നമുക്ക് കുക്കിൻ്റെ ഇടയിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും റെഡിയാക്കി വെച്ചു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഏറ്റവും മെയിനായിട്ട് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കേട്ടോ. ഞാൻ യൂസ് ചെയ്തത് വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. അപ്പോൾ ചട്ടി വെക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. നോർമൽ വെളിച്ചെണ്ണ ഓയിലോ എന്തിലോ വേണമെങ്കിലും ഉണ്ടാക്കുക. പക്ഷേ ആ ഒരു ടേസ്റ്റ് വന്നെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് 2 ചുമന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയൊരു സവാളയാണ് കേട്ടോ. വളരെ ക്വാണ്ടിറ്റി കുറവാണ് ഉണ്ടാക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 3/4 കിലോ ഒക്കെ വരുള്ളൂ ആ ഒരു മീറ്റ്. സവാള അപ്പം നമ്മൾ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അധികം അങ്ങോട്ട് വഴണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിലോട്ട് ചെറിയ ഉള്ളീനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിങ്ങനെ ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റാബിറ്റിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈറ്റ് മീറ്റിൽ വെച്ചിട്ടൊരു ബെസ്റ്റ് മീറ്റാണ് കേട്ടോ. ഇപ്പോൾ ചിക്കൻ്റെ ഒക്കെ എപ്പോഴും ഇങ്ങനെ ഹോർമോൺ പ്രശ്നം അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുമല്ലോ. ഇതിനാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള വൈറ്റ് മീറ്റാണ്. മറ്റുള്ള മീറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെ കുറവാണ്. അതായത് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് മീറ്റായിട്ട് പറയുന്ന ഒരു മീറ്റാണ് റാബിറ്റിൻ്റെ മീറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ഉള്ളിയൊക്കെ വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് എടുത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടെ ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ മീറ്റിലാണെങ്കിൽ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ളൊരു മീറ്റാണിത്. അതേപോലെ തന്നെ പറഞ്ഞല്ലോ മറ്റേ ഫാറ്റ് കൊളസ്ട്രോൾ ഫാറ്റൊക്കെ വളരെ കുറവാണ് ഈ മീറ്റിൽ. അപ്പോൾ അത് ഇത്തിരി കൂടെ മോർ ഹെൽത്തിയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായി സോട്ട് ചെയ്തൊരു ലിറ്റിൽ ബ്രൗണിഷായി വരുമ്പോൾ നമുക്ക് ആ പൊടികളൊക്കെ മാറ്റി വെച്ചിരുന്ന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതിലോട്ട് 1.5 സ്പൂൺ പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. മുളക് പൊടി ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ജീരകം ഇട്ടു. ജീരകം ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ഒരു പൗഡറല്ല, അങ്ങനെ പെരിഞ്ജീരകം. ദെൻ മഞ്ഞൾപ്പൊടി ആൻഡ് ലിറ്റിൽ മസാലപ്പൊടി, ഇത്രയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തക്കാളി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ഒന്ന് മെൽട്ടാവണ വരെ ഒന്ന് അടച്ചു വെക്കുക. ഇങ്ങനെ സോട്ട് ചെയ്ത് കൊണ്ട് കൊടുത്താലും മതി. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് മാറ്റി വെച്ചിരുന്ന വേപ്പില ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തുകൊണ്ടും നമുക്ക് എടുത്ത് വെച്ചിരിക്കണം മീറ്റിന് ഇട്ട് കൊടുക്കുക. മീറ്റിന് ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒട്ടും റോസ്റ്റാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒട്ടും ഒരിത്തിരി ഡ്രൈ റോസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തിരി ലൂസി അങ്ങനത്തെ വേണമെങ്കിൽ, എനിക്കിപ്പോൾ വേറെ സൈഡ് കറി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡ്രൈ പോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത്.
അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ല ഇങ്ങനെ ഡ്രൈ ആയിരിക്കണമെങ്കിൽ അതാണ് നല്ലത്, ടേസ്റ്റിയാണ് അത്. അതിപ്പം മക്കളൊക്കെ തിന്നണോണ്ട് ഞാൻ കുറച്ച് സ്പൈസി പെപ്പർ 1.5 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം നല്ല പെപ്പർ ഫ്ലേവറും നല്ല സ്പൈസിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 2 സ്പൂൺ ഇട്ടോ പെപ്പർ. ഫ്രഷ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെപ്പറാണ് കേട്ടോ. അതിനെ നന്നായി അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദേശം ഇപ്പോൾ അതിൽ ഓൾറെഡി ഇത്തിരി വാട്ടറി അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പിന്നെ തുറന്ന് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത്, ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ അമ്മിയിൽ കൊത്തിയെടുത്തിട്ട് ചതച്ച മാതിരി ഇടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. ആൻഡ് കുട്ടികളൊന്നും തിന്നാനില്ലെങ്കിൽ 2 സ്പൂൺസ് പെപ്പർ ആഡ് ചെയ്തോ. അപ്പോൾ ആ ഒരു നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും ആ മീറ്റിന്. അപ്പോൾ ഞാൻ വേവിച്ചതിൻ്റെ പിന്നെ ഇത് ഇതുപോലെ തുറന്ന് വെച്ചുങ്ങായിട്ടും ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയെടുത്ത്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗീ റൈസ് ചിക്കൻ കറി ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി അടിപൊളി. അപ്പോൾ അതും പിന്നെ ഈ ഒരു ഇതപ്പോൾ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയേക്കണത് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വാട്ടറി ആക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. ഇപ്പോൾ യു ആർ യൂസിങ് ആസ് എ കറി പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ, അതല്ല അപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം ഗ്രേവി മാതിരി ആക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ആൻഡ് മീറ്റാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈവൻ ഇതിൽ കാൽഷ്യം കണ്ടൻ്റൊക്കെ വളരെ കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു മീറ്റാണ് കേട്ടോ. അപ്പോൾ പറ്റണവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീറ്റാണ്. പിന്നെ ആസ് ഓൾവേസ് പ്ലീസ് ഡു സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, സേഫ് ആയിരിക്കുക കേട്ടോ. താങ്ക് യു.